ആന്റോ ആന്റണി പത്തനംതിട്ട സീറ്റിൽ നിന്ന് മാറുന്നു എന്ന പ്രചാരണം തള്ളുകയാണ് DCC. ആന്റോ പത്തനംതിട്ടയിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾ ഇടതുപക്ഷത്തിന്റെ തന്ത്രമാണെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. അതേസമയം ആന്റോ തന്നെ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായതോടെ പത്തനംതിട്ടയിൽ മത്സര ചിത്രം ഏതാണ്ട് തെളിഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ശ്രീ ആന്റോ ആന്റണിക്ക് സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ ഈ പ്രാവശ്യമുള്ളത്. ഈ നിയോജക മണ്ഡലത്തിൽ അങ്ങനെയുള്ള വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആന്റോ ആന്റണി മണ്ഡലം മാറാൻ ഒരുങ്ങുന്നു എന്ന പ്രചാരണം ശക്തമായിരിക്കെയാണ് DCC പ്രസിഡന്റിന്റെ പ്രതികരണം. ഇടതുപക്ഷമാണ് ഈ പ്രചാരണത്തിന് പിന്നിൽ. അവർക്ക് തോൽവി ഭയന്നുള്ള വെപ്രാളമാണെന്നും പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ. അത് പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറക്കിയിരിക്കുന്ന ഒരു വാർത്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രചാരണം പാർട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. ആ വാർത്ത അടിസ്ഥാനരഹിതമാണ്. ആന്റോ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോയും CPIM-ൽ ചേർന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും DCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. ആന്റോയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്ന് DCC അധ്യക്ഷൻ തുറന്നു പറഞ്ഞതോടെ പത്തനംതിട്ടയിലെ മത്സര ചിത്രം ഏതാണ്ട് തെളിയുകയാണ്. ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പേരിലേക്ക് CPM ഏതാണ്ട് എത്തിയെന്നാണ് വിവരം. പക്ഷേ ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ രാജു എബ്രഹാമിനായും രംഗത്തുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമം. BJP ആകട്ടെ പുതുതായി പാർട്ടിയിലേക്ക് വന്ന PC ജോർജ് എന്ന ഒറ്റ പേരിലേക്ക് ചുരുങ്ങുകയാണ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.